ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. IMDbയുടെ ഭാഗത്ത് നിന്ന് ബെസ്റ്റ് ഓഫ് 2025 എന്നുള്ള രീതിയിൽ മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ മൂവീസ് ഓഫ് 2025 സോഫാർ എന്നുള്ള ഒരു സംഭവം വന്നിരുന്നു. എന്നുവെച്ചാൽ 2025 ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പടങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നുള്ള ലെവലിലാണ് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്, വിക്കി കൗശലിന്റെ പടം. രണ്ടാമത്തെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്, പ്രതിരംഗനാഥന്റെ പടം. പിന്നെ മൂന്നാമത്തെ ദേവ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. നാലാമത്തെ റീഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അഞ്ചാമത്തെ സൂര്യ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ആറാമത്തെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാമിന്റെ പടം. ഏഴാമത്തെ എൽറ്റി എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടം. പിന്നെ 8ാം സ്ഥാനത്ത് സിത്താര ജമീൻ പറ എന്ന് പറഞ്ഞിട്ടുള്ള അമീർ ഖാന്റെ പടമാണ്. 9ാം സ്ഥാനത്ത് കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയ് കുമാറിന്റെ പടമാണ്. 10ാം സ്ഥാനത്ത് വിടാമുറിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഗംഭീര പടമാണ്. അതേമാതിരി ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഗംഭീര പടമാണ്. റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതേമാതിരി വിടാമുറിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പടം കുഴപ്പമില്ല എന്നാ പറയാനുള്ളൂ. വിടാമുറിച്ചി എന്ന് പറയുന്നത് ഗുഡ് ബൈ ഡഗ്ലൈനെ വെച്ച് നോക്കുമ്പോൾ അത്രയും നല്ല പടമാണ്. പിന്നെ എൽറ്റി എമ്പുരാൻ നല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന പടമാണ്, പക്ഷെ എനിക്ക് അത്ര വർക്കായിട്ടില്ല. പിന്നെ ബാക്കിയുള്ള പടങ്ങൾ ദേവ, റെയ്ഡ് 2, ദ ഡിപ്ലോമേറ്റ്, സിത്താര ജമീൻ പെർ, കേസരി ചാപ്റ്റർ 2 ഈ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ലിസ്റ്റിൽ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ജൂലൈ ടു ഡിസംബർ 2025 എന്നുള്ള രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ട്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പടങ്ങളിൽ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിരിക്കുന്ന പടങ്ങളുടെ ലിസ്റ്റാണ് IMDb പുറത്തിറക്കിയിട്ടുള്ളതിന്. അതിൽ ഫസ്റ്റത്ത് കൂലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രജനീകാന്തിന്റെ. അറിയാം, ഇതിൽ കുറെ വലിയ കാസ്റ്റ് ഒക്കെ വരുന്ന പടമാണ്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ ഹൃതിക് റോഷൻ NTR പടം. പിന്നെ 3ാം സ്ഥാനത്ത് രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ആങ്കോൺ കി ഗുസ്താൻ ഗെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 4ാം സ്ഥാനത്തുള്ളത്. ഇത് ഓൾറെഡി റിലീസ് ആയതാണ്. പിന്നെ 5ാം സ്ഥാനത്ത് സയ്യാര എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഇതും റിലീസ് ആയതാണ്. പിന്നെ 6ാം സ്ഥാനത്ത് ഭാഗ്യ 4 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടൈഗർ ഷെറഫിന്റെ. പിന്നെ 7ാം സ്ഥാനത്ത് സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അജയ് ദേവഗന്റെ. പിന്നെ 8ാം സ്ഥാനത്ത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ ലിസ്റ്റിൽ ആകെ കൂടിയിട്ടുള്ള മലയാള പടം അതാണ്, മോഹൻലാലിന്റെ പടം. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് 9ാം സ്ഥാനത്തുള്ളത്, ഹോംബാല ഫിലിംസിന്റെ. ഇതൊരു വലിയൊരു യൂണിവേഴ്സ് പോലെ വരുന്ന ഒരു പടമാണ്, എന്തായാലും അതിന്റെ തുടക്കമാണിത്. പിന്നെ 10ാം സ്ഥാനത്ത് അൽഫ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ഈ ലിസ്റ്റിൽ രണ്ടെണ്ണം സ്പൈ യൂണിവേഴ്സിൽ വിടുന്ന പടമാണ്. ഈ അൽഫ എന്ന് പറഞ്ഞാൽ സ്പൈ യൂണിവേഴ്സിൽ വിടുന്ന പടം തന്നെയാണ്. എന്തായാലും ഈ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം, വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഞാൻ ഹൈപ്പോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്ന പടമാണ്. 2 വരെയാണ് റിലീസ് എത്തുന്നത്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടം എനിക്ക് താല്പര്യമുണ്ട്. ബാക്കിയുള്ള പടങ്ങളൊന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഭാഗ്യ 4 താല്പര്യമുണ്ട്, മുന്നത്തെ മാതിരിയല്ല, കുറച്ച് വയലന്റ് രീതിയിലാണ് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഭാഗ്യയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ട് കഴിയും തോറും ഡൗൺ ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന പടമാണ് ഭാഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഞ്ചൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയില്ല. ബാക്കിയുള്ളൊക്കെ നന്നായി എന്നുള്ളൊരു ലെവലിലാണ്. അപ്പോൾ ഈ 2 ലിസ്റ്റിലും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പടം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പടം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി, സ്പെഷ്യൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.